കഴിഞ്ഞ ആഴ്ച അനിയനാണ് പനിയെങ്കിൽ ഈ ആഴ്ച ചേച്ചി അത് ഏറ്റെടുത്തിട്ടുണ്ട്. ഉച്ച കഴിഞ്ഞ ഒരു 3 മണിയായപ്പോൾ അവളുടെ സ്കൂളിൽ നിന്ന് വിളിച്ച് പറഞ്ഞു ഭയങ്കര പനിയാണ്, വന്ന് കൂട്ടിക്കൊണ്ടുപോകും. ഞങ്ങൾ 3:40 ആയപ്പോൾ വരാപ്പുഴ ഹെൽത്ത് സെന്ററിൽ അവിടെ എത്തി ചീട്ടെടുക്കാൻ ചെന്നപ്പോൾ പറഞ്ഞു OP ടൈം 4 മണി വരെ ഉള്ളൂ, അതുകൊണ്ട് ചീട്ട് തരാൻ പറ്റും. കഴിഞ്ഞ ഞായറാഴ്ച ഉച്ചയ്ക്ക് ടുട്ടപ്പനി പനിയുമായി വന്നപ്പോഴും ഇതേ റീസൺ തന്നെയാണ് പറഞ്ഞത്, ഉച്ചയ്ക്ക് 1 മണി വരെ OP ഉള്ളൂ. പിന്നെ അന്ന് ഞങ്ങൾ 1 മണി കഴിഞ്ഞിട്ട് എത്തിയത്, അതുകൊണ്ട് പിന്നെ നേരെ പറവൂർ താലൂക്കിലേക്ക് പോകും. അവൾക്ക് നല്ല പനിയായതുകൊണ്ട് തന്നെ ഞാൻ ആ സിസ്റ്ററിനോട് പറഞ്ഞു എങ്ങനെയെങ്കിലും ഒന്ന് ഡോക്ടറിനെ കാണണമെന്ന്. അപ്പോൾ സിസ്റ്റർ പറഞ്ഞത് നിൽക്കുന്നവരെല്ലാം അത്യാവശ്യക്കാരാണ്, ഇടയ്ക്ക് കയറാൻ പറ്റില്ല, ക്യൂ നിന്നേ കയറാൻ പറ്റുള്ളൂ, 4 മണിക്ക് മുമ്പ് പേഷ്യൻസിനെ നോക്കി കഴിഞ്ഞാലേ ഡോക്ടറെ കാണാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞു എന്താണെങ്കിലും കുഴപ്പമില്ല, വെയിറ്റ് ചെയ്തോളാം, എന്തായാലും സിസ്റ്റർ ചീട്ടുതാ, ഞാൻ നിന്നിട്ടേ പോകുന്നുള്ളൂ. അപ്പോൾ നേരെ സിസ്റ്റർ പോയി ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു നോക്കോളാന്ന് പറഞ്ഞു. ഞങ്ങൾ അവിടെ പുറത്ത് ക്യൂ നിന്നു. ചീട്ട് എഴുതാൻ നിന്നപ്പോൾ ആ സിസ്റ്റർ എന്നോട് പറഞ്ഞു ഇനി വരുമ്പോൾ കുറച്ചുകൂടി നേരത്തെ വരണമെന്ന്. മോൾക്ക് പനിയാണെന്ന് 3 മണിക്ക് ശേഷമാണ് സ്കൂളിൽ നിന്ന് അറിയിക്കുന്നത്. അപ്പോൾ തന്നെ അവളെ പോയി വിളിച്ചുകൊണ്ട് ഞങ്ങൾ നേരെ വന്നത് ഹെൽത്ത് സെന്ററിലേക്കാണ്. അവളുടെ അവസ്ഥ ഒന്ന് നോക്കുപോലും ചെയ്യാതെയാണ് അവർ ചീട്ട് തരില്ലെന്ന് ആദ്യം പറഞ്ഞു. ഭൂരിഭാഗം പേര് ഒരു പ്രഥമ ശുശ്രൂഷയ്ക്കായി ആദ്യം ചെല്ലുന്നത് ഹെൽത്ത് സെന്ററുകളിൽ തന്നെയാണ്. OP ചീട്ട് തന്നു കഴിഞ്ഞിട്ട് സിസ്റ്റർ നേരെ പോയി വീട്ടിൽ പോകാനുള്ള ഡ്രസ്സൊക്കെ മാറിയിട്ട് വന്നിട്ടാണ് പിന്നെ അവളുടെ ടെമ്പറേച്ചർ എടുത്തത്. അപ്പോൾ തന്നെ അവർ വീട്ടിലേക്ക് പോവുകയും ചെയ്തു. പിന്നെ അവിടെ ഒപ്പം ഉണ്ടായിരുന്നത് ഡോക്ടറും ഒരു നേഴ്സിംഗ് അസിസ്റ്റന്റ് സ്റ്റാഫുമാണ്. ഡോക്ടർ ഇവളുടെ BP നോക്കിക്കൊണ്ടിരുന്നപ്പോൾ തന്നെ ഇവള് തല ഇറങ്ങി വീണു. ഉടനെ തന്നെ ORS ലായനിയൊക്കെ കൊടുത്ത് അവളെ ഒരു ബെഡിലേക്ക് കിടത്തി അത്യാവശ്യം വേണ്ട മരുന്ന് കൊടുത്തിട്ട് അവളുടെ ടെമ്പറേച്ചർ കുറച്ച് കുറഞ്ഞിട്ട് പോയാൽ മതി എന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞു. അതുമാത്രമല്ല എത്ര ടൈം ആയാലും വരുന്ന പേഷ്യൻസിനെ നോക്കിയിട്ടേ പോവുള്ളൂ എന്ന് ഡോക്ടർ എടുത്തു പറയുകയും ചെയ്തു. ഞാൻ ആ ഡോക്ടറിനോട് ഞായറാഴ്ച മോനെയും കൊണ്ടുവന്നപ്പോൾ ഉള്ള കാര്യം പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഞായറാഴ്ച 4 മണി വരെ പേഷ്യൻസിനെ നോക്കി ഡോക്ടർ അവിടെ ഉണ്ടായിരുന്നു എന്ന്. എന്തായാലും ഹോസ്പിറ്റലിലേക്ക് വന്ന രോഗിയുടെ അവസ്ഥ നോക്കാതെ OP ചീട്ട് തരാൻ പറ്റില്ല എന്ന് എന്തുകൊണ്ടാണ് അവർ പറഞ്ഞതെന്ന് മനസ്സിലാകുന്നില്ല. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇടസമയത്ത് പോകുമ്പോൾ ഇതേ നഴ്സുമാർ നല്ല സഹകരണമാണ് നമ്മളോടുള്ളത്. അവർ അവരുടെ ഡ്യൂട്ടി ടൈം തന്നെയായിരിക്കാം നോക്കിയത്, പക്ഷെ വന്നിരിക്കുന്ന രോഗിയുടെ അവസ്ഥ എന്താണെന്ന് നോക്കുകയോ പ്രഥമ ശുശ്രൂഷ ആവശ്യമുണ്ടെങ്കിലോ അതും ഒന്ന് ചെയ്തിട്ട് പറയാം അടുത്തൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ. 4 മണിയാണ് OP ടൈം എങ്കിൽ ഞങ്ങൾ 3:40 ആയപ്പോൾ അവിടെ എത്തിയില്ലേ. എന്നാൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടർ നന്നായി തന്നെ കെയർ ചെയ്തു കേട്ടോ. ഈ സംഭവത്തിനെ പറ്റി എന്താണ് നിങ്ങളുടെ അഭിപ്രായം?